ഹലോ ഗൈസ്, എല്ലാവർക്കും യാത്രക്കാരൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹലോ. ഇപ്പോഴ് എൻ്റെ ഫ്രണ്ട് അമീർ എന്നെ ഇന്നലെ വിളിച്ചു പറഞ്ഞു, അവൻ ബോംബെയിൽ പോയപ്പം ട്രൈ ചെയ്ത് ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡ്സ് ഒരുപാട് ഐറ്റംസ് അവൻ കഴിച്ചിട്ടുണ്ട്. അപ്പം അവന് ഇഷ്ടപ്പെട്ട ഒരു ഡിഷുണ്ട്, ഈ എഗ്ഗ് ഓംലേറ്റും അതിൻ്റെ ഒരു മസാലയും കൂടെ. അപ്പോൾ അവൻ പറഞ്ഞു അത് ട്രൈ ചെയ്യാൻ. അപ്പം ഞങ്ങൾ നേരെ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്തു, കുറേ വീഡിയോസൊക്കെ ഉണ്ട് ഇത് ഉണ്ടാക്കുന്ന സ്ട്രീറ്റ് ഫുഡിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും അവര് എന്താണ് അതിന്റെ റെസിപ്പി പറഞ്ഞിട്ടില്ല. ഇൻഗ്രീഡിയൻസ് ഒരു ഇത് പക്ഷെ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അത് പോരല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഡിഷ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ 1-2 ഫ്രണ്ട്സിനെ വിളിച്ചു, ബോംബെയിലൊക്കെ ഉള്ള. കാരണം അവർക്ക് പരിചയമുള്ള ഏതെങ്കിലും ഈ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പോഴാണ് ആ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. ഈ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാൾ പോലും അവർക്കുള്ള റെസിപ്പി അവർ ഷെയർ ചെയ്യത്തില്ല. പിന്നെ ഓരോ ഷോപ്പിലും അത് ഡിഫറൻറ്റും ആയിരിക്കും. ഇപ്പോൾ ഒരു ഷോപ്പിൽ ആ സെയിം ടേസ്റ്റ് നമുക്ക് വേറെ ഒരു ഷോപ്പിൽ കിട്ടില്ല. അവർ എല്ലാവരും മസാലയൊക്കെ ഡിഫറെൻറ്റ് മസാലയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, അവര് കണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് അവർ പറഞ്ഞു തന്നു. കണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു തന്നു. അപ്പം പക്ഷെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് അവര് റെസിപ്പി ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് പറയുന്നില്ല. പക്ഷെ അവർ ആഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കുറെ മസാലാസ് ഒക്കെ അവർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കോൺട്രിബ്യൂഷനും കൂടെ കുറച്ച് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് കാര്യം കൂട്ടുകളും കൂടെ വെച്ചിട്ട് ഞങ്ങള് പ്രിപ്പയർ ചെയ്യുകയാണ്. അതാണെങ്കിൽ മറ്റൊരു കാര്യം, ഇന്നിപ്പോ ഈ വീഡിയോ ഇപ്പൊ കാണുന്നവര് ഇപ്പം ചിലരിത് വെറുതെ വന്ന് കാണും, അതല്ലെങ്കിൽ ചിലരിത് ഇത് പ്രിപ്പയർ ചെയ്യാൻ ഇതെന്താണ് നോക്കിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന കുറെ ആൾക്കാരാണ്. അപ്പൊ അവരുടെ അടുത്ത് പറയാനുള്ളത്, പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണും. അതല്ലാതെ ഇപ്പം ജസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം കണ്ടിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് പോയിട്ട് ഇത് എങ്ങനെ വന്നു, ഇത് കറക്റ്റായിട്ട് കിട്ടിയോ എന്ന് അറിയാം. അതൊരു പ്രശ്നമല്ല, അവർക്ക് സ്കിപ്പ് ചെയ്യാം ഈ വീഡിയോ. കറക്റ്റ് ഫുള്ള് ഈ വീഡിയോ കാണണം. ഇത് എന്തായാലും ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. ഞങ്ങൾക്ക് ഒരു പക്ഷെ ഇതിന്റെ ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ചും ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡ് കിടിലമാണ്, അത് ട്രൈ ചെയ്യേണ്ടത്. ഞാനിപ്പോൾ നമുക്കിപ്പം ഒരു ബോംബെയിൽ പോകുന്ന പോസിബിൾ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഒരു ഉറപ്പൊന്നുമില്ല ഇത് വർക്കൗട്ട് ആവുമോ, ഇത് എങ്ങനെ ഇരിക്കുമെന്ന് പോലും നമുക്കറിയത്തില്ല. ആകെ ഓംലേറ്റ് എന്തായാലും ചീറ്റത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ ബാക്കി ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. നോക്കട്ടെ, എന്തായാലും ഞങ്ങൾ അതൊന്ന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള 2 മുട്ട ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 മുട്ട പൊട്ടിച്ചു. ഇതിന്റെ അകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി, നമ്മൾ ഈ മുട്ടയൊന്ന് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടൊന്ന് ഉടച്ചെടുക്കുവാണേ. നന്നായിട്ട് ഇതിനകത്ത് എണ്ണ ഒഴിക്കണം, എന്നാലേ ഇത് ഇളവി വരും. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഇതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. അപ്പൊ കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിനകത്തോട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഷേപ്പൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇനി ഇതിന്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മുളകാണിത്, പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് മതി. അപ്പം ഇത് നമുക്കിത് ഒന്ന് വെന്ത് എടുക്കുമ്പം നമുക്ക് തിരിച്ചിടാം. ഈ കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഇതിനകത്ത് ഇനി ചീസ് ഇടണം. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തോട്ട് ചീസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്, ഫുള്ള് പല സ്ഥലത്തായിട്ട്. ഓക്കെ, ഇത് മതി. ഓക്കെ, ഇത്രയും ചീസ് മതി. എന്നിട്ട് നമുക്കിതിനെ തിരിച്ച് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇതിനെ എടുത്ത് മടക്കി എടുക്കണം.
കരിഞ്ഞിട്ടൊന്നുമില്ല. ഇതാ ഇങ്ങനെ നമ്മൾ മടക്കിയിട്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എഗ് മസാല ഉണ്ടാക്കാം അല്ലേ? അതെ, എഗ് മസാലയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എഗ് മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടുത്തതായിട്ട്. അപ്പം നമ്മള് കടായി ചൂടാകാൻ വെച്ചിരിക്കുവാണ്. അപ്പം നമുക്ക് എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇത് മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് കുരുമുളക്, ഇത് മസാല, ഇത് ഉപ്പ്, ഇത് മാഗി ക്യൂബ്, ഇത് മാഗി ചിക്കൻ മസാല. പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, കൈക്കണക്കാണ്. ഇതെല്ലാം കൈക്കണക്കാണ്. ഇതിപ്പം ഇത്രയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ വേണം തോന്നി നമ്മൾ ഇതിൽ കൂടുതൽ ആഡ് ചെയ്യണം. പിന്നെ ഇപ്പൊ നമ്മളിവിടെ 2 എഗിന്റെ യെല്ലോ ആണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് ടൊമാറ്റോ, ഇത് സവാള, അത് ടൊമാറ്റോ, ഇത് പുതിന, അല്ല അത് മല്ലിയല, ഇത് പുതിന. അപ്പൊ കടായി ചൂടായി. അപ്പൊ നമുക്ക് അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ, നമ്മളിത് ഉണ്ടാക്കാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. കുറച്ചധികം എണ്ണ ഇതിന് വേണം. ഇനിയിപ്പോ നമുക്കിപ്പം എണ്ണ ഒഴിച്ചത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ആഡ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് തിളച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് സവാളയും ടൊമാറ്റോയും പുതിനയിലയും മല്ലിയിലയും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കും. 2 മുട്ടയും ഒക്കെ ആഡ് ചെയ്യും. അപ്പൊ എണ്ണ നല്ല ചൂടായി. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്തോട്ട് സവാള ഇട്ട് കൊടുക്കാൻ പോവാണ്. തക്കാളിയും കൂടെ ആഡ് ചെയ്യും. തക്കാളി കൂടെ ആഡ് ചെയ്തു. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതൊരു കുറച്ചു നേരം കിടന്ന് ഇതൊന്ന് എന്റെ പച്ചച്ചവ പോട്ടെ. തക്കാളി സവാള എല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ അകത്തോട്ട് നമ്മള് 2 എഗ്ഗിന്റെ യെല്ലോ ആഡ് ചെയ്യുവാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടിയാണ് ഇതെല്ലാം. അതിൽ ഞാൻ എടുത്തു വെച്ചിരുന്ന എല്ലാം തന്നെ ഇട്ടു. ഉപ്പ് മാത്രം ആവശ്യത്തിനേ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളോടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, മതി. ഈ കൂട്ടും നമ്മൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ മസാല ഇട്ടത്, കാര്യം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനിയിപ്പം നമ്മൾ പതുക്കെ ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ പുതിന ഇട്ടില്ലായിരുന്നു, കുറച്ച് പുതിനയും പിന്നെ മല്ലിയല്ലേ. ഈ പുതിനയില എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മൾ ചേർക്കരുത്, കാര്യം അത് ഒരു അല്പം ചെവ ആയിരിക്കും. നമ്മൾ ഇനി ഈ ബോയിൽ ചെയ്ത എഗ്ഗിന്റെ മഞ്ഞ ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് ഇപ്പം ഈ ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡ് അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വലിയൊരു കല്ലിലാണ് അവരുണ്ടാക്കുന്നത്. നമ്മളെപ്പോലെ ഈ കടായിലല്ല അവരിത് ഉണ്ടാക്കുന്നത്. അപ്പൊ അവർക്കത് വളരെ എളുപ്പമാണ്. എനിക്കത് ഇച്ചിരി കൂടെ വെള്ളം ആഡ് ചെയ്യണമെന്ന് തോന്നുന്നു. ഡ്രൈ ആയി. നല്ല ഫ്ലെയിം കൂടി കിടക്കട്ടെ. നമ്മൾ നന്നായിട്ട് കുറച്ച് മല്ലിയിലൂടെ ഇട്ടോ. മല്ലിയില ഫുള്ള് ഇട്ടോ. നമ്മളെടുത്ത് ആ ഫുള്ള് മല്ലിയില നമുക്ക് എടുക്കാം. ഇനി നമുക്കിത് കുറച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഒരു കുക്ക്ഡ് ആകുമ്പോൾ നമുക്കിതിൻ്റെ ഉപ്പ് കൂടെ ഒന്ന് നോക്കാം. കാര്യം നമ്മൾ ഉപ്പ് ബാക്കി മസാല കുഴപ്പമില്ല, പക്ഷെ ഉപ്പ് നമ്മൾ നന്നായിട്ട് നോക്കണം. ഇപ്പം നന്നായിട്ട് നമ്മളെ എഗ്ഗിൻ്റെ യെല്ലോ നമ്മൾ ഉടച്ച് ഇതിനോട് ആഡായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ചുകൂടെ ചീസ് നമ്മളിപ്പോൾ ഇത് കുറച്ചുകൂടി ആഡ് ചെയ്യാം. ഓക്കെ. ഇതിൽ നമ്മൾ
കുറച്ചുകൂടെ ചീസ് ആഡ് ചെയ്ത് നമുക്കിതിൻ്റെ ഉപ്പ് നോക്ക്. നോക്ക് ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന്. ഉപ്പുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പൊ നമ്മൾ ഈ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന മുട്ട നമ്മള് മുറിക്കുവാണ്. നമുക്കടുത്ത് കഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കത് പല പീസാക്കി ഒന്നുകൂടെ കട്ട് ചെയ്തേര്. ഓക്കെ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ മസാല നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇതിനകത്തുനിന്ന് അടുത്ത് കാണിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡിൽ ഒഴിച്ചാലും ഇല്ല വൺ സൈഡ്. ഓക്കെ. പിന്നെ ബാക്കി വരുന്ന ഇതിനകത്ത് നമുക്ക് ബണ്ണുണ്ടെങ്കിൽ നമുക്ക് ബണ്ണൂടെ മുറിച്ചിട്ട് ഇതിനകത്ത് ഈ മസാല അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് വെച്ച് തുടച്ച് എടുക്കുകയും ചെയ്യാം നമുക്ക്. പക്ഷെ ഇപ്പൊ നമുക്ക് ബണ്ണ് അവൈലബിൾ അല്ല, അതുകൊണ്ട് അത് നമ്മൾ ഇട്ട് നമ്മളിപ്പോ എടുത്തു വെച്ച ആ ഓംലേറ്റും മസാലയുടെ മണ്ടയിൽ നമ്മൾ കുറച്ച് ചീസ് കൂടി ഇട്ട് കൊടുക്കുവാണ്. ഓക്കെ. അപ്പം നമ്മുടെ എഗ് മസാല, എഗ് ഓംലേറ്റ് ആൻഡ് എഗ് മസാല അല്ലേ? ഓക്കെ. ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എഗ് മസാലയുടെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. എനിക്കിത് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാൻ കഴിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ പറയാം. സ്പൈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോ. വേണ്ട, അപ്പം ഇത് ഞാൻ ഒന്ന് പൊന്നന് കൊടുത്ത് നോക്കാമേ. സൂപ്പർ ആണോ? കിട്ടില്ല. നിങ്ങൾ കണ്ടല്ലോ, നല്ല കിട്ടില്ല സാധനമായിരുന്നു. സൂപ്പറായിരുന്നു, കിടിലായിരുന്നു കേട്ടോ. നല്ല നല്ല എരി കുറച്ച് മുന്നിലായിരുന്നു, ഒരിച്ചിരി എരി ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ബാധിച്ചതേ ഇല്ല. അത് ഉണ്ടാക്കി വെച്ചപ്പോ തന്നെ കാലിയായി. പിന്നെ കിച്ചണിൽ ഒരു ഭയങ്കര ബഹളം തന്നെയായിരുന്നു. കാര്യം നമ്മളിത് ഉണ്ടാക്കിയിട്ടില്ല. കാര്യം അത് മാത്രമല്ല, അറിയാലോ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോ അവർക്കെല്ലാം ചടപടേന്ന് കൈവച്ച് നടക്കും. പക്ഷെ നമുക്ക് അങ്ങനെ നടക്കത്തില്ല. പിന്നെ ഈ ചീസൊക്കെ ആദ്യമായിട്ടാണ് സംഭവം ഉണ്ടാക്കുന്നത്. അപ്പോഴ് പിന്നെ അത് മാത്രല്ല, ഈ പുഴുങ്ങിയ മുട്ട പിന്നെ പൊരിച്ച മുട്ട എല്ലാം കൂടെ ആകെ ഒരു ബഹളം തന്നെയായിരുന്നു കിച്ചൺ. പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങള് ഇപ്പൊ ചിന്തിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കിയത് ഇപ്പൊ കറക്റ്റ് റെസിപ്പിന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. കാര്യം മസാലയിൽ ഇപ്പൊ നമ്മളെന്താണ് ആടിയത്, മാഗിയുടെ നൂഡിൽസിന്റെ മസാലയാണ് ഞങ്ങൾ എടുത്തത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിയ ഞങ്ങളെ ഈ ഉണ്ടാക്കിയ ഡിഷിന് കിടിലൻ ടേസ്റ്റ്. നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടേസ്റ്റ്. അപ്പോൾ യഥാർത്ഥത്തിൽ ബോംബെയിൽ വിൽക്കുന്ന അവർക്കുള്ള ഫുഡിന്റെ ടേസ്റ്റ് എന്തുവാ, എന്തായാലും ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. ഞങ്ങള് ഉറപ്പായിട്ട് പോയി ട്രൈ ചെയ്തിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആ ഒരു ഡിസിഷൻ എടുത്ത് ഇനി മുംബൈയിൽ പോകാനുള്ള ഒരു അവസരം കാത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ പോകുമ്പോ എന്താണെങ്കിലും സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോകും. അതിന്റെ വീഡിയോ ഞങ്ങൾ എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. അപ്പൊ ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കണം. കാര്യം പിന്നെ മറ്റൊരു കാര്യം, ഞങ്ങൾ ആ വെച്ച കറിയില്ലേ, ആ മസാല ഞങ്ങള് ഓംലെറ്റിന്റെ കഴിച്ച്, എന്നിട്ട് ഞങ്ങളത് ബാക്കി കുറെ വന്നിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിച്ച് വേറെ ഒരു കറിയും വേണ്ട. അപ്പം ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. കാര്യം ഇത് ഒരു കാരണവശാൽ മിസ് ചെയ്യരുത്. കാരണം വലിയ നമുക്ക് മിക്ക സാധനങ്ങളും കിട്ടുന്നതാണ്. പിന്നെ ആകെ ഈ പറഞ്ഞ ഞങ്ങള് പുതിനയും ചീസും ഇതൊക്കെ മാത്രമേ വീട്ടിൽ അങ്ങനെ മേടിച്ച് വെക്കാം. മാഗി ക്യൂബ്സും അത് പക്ഷെ മിക്ക സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് നോക്ക്, ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ ഈ റെസിപ്പി അല്ല, ഈ ഒരു ഐഡിയ പറഞ്ഞു തന്ന അമീറിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഞങ്ങൾ ഇത് ട്രൈ ചെയ്തൊന്നുമില്ലായിരുന്നു. അതിന് നമ്മളിത് പോയിട്ടില്ല, കഴിച്ചിട്ടില്ല. ഞങ്ങളിത് അത് നോട്ടീസ് ചെയ്തിട്ടില്ല. പണ്ട് ഞാനിങ്ങനെ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പം ഇത് കണ്ടിങ്ങനെ വെള്ളം ഉറക്കുമായിരുന്നു. പക്ഷെ അമീറെ സലാം ബ്രോ. സത്യം.
അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്നവര് ഇപ്പൊ ഓൾറെഡി നമുക്കറിയാം കുറെ നമുക്ക് എല്ലാം സബ്സ്ക്രൈബ് ചെയ്തവരാ. അപ്പം പുതിയതായിട്ട് വരുന്നവര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ ഷെയർ ചെയ്യുക. നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾ ഷെയർ ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാൽ ഇത് വലിയ പാടൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ സംഭവം കുറച്ച് സംഭവങ്ങൾ മാത്രം മതി. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. വൈറ്റ് തിന്നല്ലേ ഇപ്പം, അത് കുഴപ്പമില്ല. ഇതിന്റെ ഇടയിലാണോ ഇനി അത്? അല്ല, അത് കൊള്ളാം. ഇത് മാഗി മസാല അല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ പൊടി